ഹായ് ഫ്രണ്ട്സ്, ഹോം നോട്ട്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂചിയും നൂലും ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ എംബ്രോയ്ഡറി ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് സൂചിയും നൂലും ഒന്നും ഇല്ലാതെ എംബ്രോയ്ഡറി ചെയ്യുന്നത് അല്ലേ? അതിനൊരു വഴിയുണ്ട്. അതായത് സ്റ്റിച്ചിങ് അറിയത്തില്ലാത്തവർക്കും സ്റ്റിച്ചിങ് ബുദ്ധിമുട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഈസി മെത്തേഡാണിത്. നമുക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഇത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫെവിക്രിലിൻ്റെ ലിക്വിഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു പെയിന്റ് ആണുള്ളത്. ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞുടുപ്പാണ്. ഇതിലെങ്ങനെയാണ് ലിക്വിഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏത് ക്ലോത്തിലാണ് ചെയ്യേണ്ടത് ആ ക്ലോത്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഡിസൈൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്തവർ നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേസിംഗ് പേപ്പറും പിന്നെ നമുക്ക് ആവശ്യമായ ഡിസൈനുമാണ് നമുക്ക് വേണ്ടത്. ട്രേസിംഗ് പേപ്പർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ യെല്ലോ കളർ കാർബൺ പേപ്പർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഈ ഫെവിക്രിലിൻ്റെ ലിക്വിഡ് എംബ്രോയ്ഡറി ആണ്. ഇത് നമ്മൾ തുന്നണ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. 20 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത് 2 ഡിസൈൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ഡിസൈന് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് മോഡലുള്ള ഡിസൈനാണ്. അതുകൊണ്ട് ലൈൻസ് വരയ്ക്കുമ്പോൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നില്ല, ഒരു ഗ്യാപ്പിട്ടാണ് വരയ്ക്കുന്നത്. ഇതുപോലെ നമുക്കിങ്ങനെ ലിക്വിഡ് എംബ്രോയ്ഡറി യൂസ് ചെയ്ത് പല രീതിയിലുള്ള എംബ്രോയ്ഡറി ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വൈറ്റ് ലേസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്തത്. നമുക്ക് ഏത് കളർ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഏത് കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. ഫൈനലി നമുക്ക് കാണുമ്പോൾ ഇത് ശരിക്കും എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതെന്ന് തന്നെ തോന്നുള്ളൂ. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്കിത് എംബ്രോയ്ഡറി അല്ലാന്ന് മനസ്സിലാവുള്ളൂ. ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത പോലെ തന്നെ തോന്നില്ലേ? റണ്ണിങ് സ്റ്റിച്ച് മോഡലിൽ ചെയ്ത ഡിസൈനാണിത്. ഇതുപോലെ തന്നെ വേറൊരു ഡിസൈൻ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ലൈൻസ് ജോയിൻ ചെയ്യിക്കാതെ ഗ്യാപ്പിട്ട് ലൈൻസ് കൊടുത്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
24 hours വേണം. ആക്ച്വലി 1 hour മതി ഇത് ഡ്രൈ ആവാൻ. പക്ഷെ നമ്മൾ 24 hours കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുന്ന ഒരു 6 daysന് ശേഷം വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 6 days അല്ലെങ്കിൽ 7 days കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി. എങ്ങനെയുണ്ട് ഈ 2 ഡിസൈൻസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.